കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യ ദിവസം ഈ പ്രാരംഭ സെഷനിൽ പ്രാർത്ഥനയോടെ വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ഇന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയുടെ ആദ്യത്തെ ദിവസം, ആദ്യത്തെ സെഷനാണല്ലോ. ഞാൻ ദൈവസന്നിധിയിൽ വളരെ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. അവിടുത്തെ ജനത്തോട് ഈ ദിവസങ്ങളിൽ എന്ത് സംസാരിക്കണം, എന്താണ് അങ്ങേക്ക് അവരോട് പറയാനുള്ളത് എന്ന് എന്നോട് പറയണമേ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് നിരന്തരം ചോദിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവത്തോട് ഞാൻ ചോദിച്ചപ്പോൾ ദൈവം എനിക്ക് നൽകിയ ഒരു വലിയ ആത്മിക ചിന്തയാണ് ഈ ദിവസങ്ങളിൽ തുടർച്ചയായി നാം സംസാരിക്കുന്നത്. വേണമെങ്കിൽ ഈ 6 സെഷനും 6 വിഷയങ്ങൾ സംസാരിക്കാം, അല്ലേ? അതാണ് ഏറ്റവും സൗകര്യം. പക്ഷേ ദൈവം എന്നോട് ഇടപെട്ടുവെന്ന് ഞാൻ ചിന്തിക്കുന്നത്, ജനത്തെ ഒരു പ്രത്യേക വിഷയത്തിലേക്ക് കൊണ്ടുവരണം, അവരെ ആ വിഷയത്തിൽ ഉറപ്പിക്കണം, ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ അവരുടെ ഹൃദയത്തിൽ വലിയ ആഗ്രഹമുണ്ടാകണം, ആ വിഷയം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറണം. ഈ ദിവസങ്ങളിലെല്ലാം ഞായറാഴ്ച ഉൾപ്പെടെ ഒരേ വിഷയത്തിൻ്റെ തുടർച്ചയായിരിക്കും സംസാരിക്കുന്നത്. അതുകൊണ്ട് ഓരോ സെഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളെല്ലാ സെഷനുകളിലും വന്ന് സമ്മതിക്കണം, ദൈവവചനം പഠിക്കണം, ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. ഇന്ന് രാവിലെ ഈ മീറ്റിങ്ങിന് വരാത്തവരോട് നിങ്ങൾ പറയണം, ഇന്നത്തെ സന്ദേശം കേൾക്കണം. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ ചിന്തയാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചത്, എൻ്റെ ജനത്തോട് പറയണം, നിങ്ങൾ എൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാൻ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. ജനത്തോട് ദൈവത്തിന് ഈ ദിവസങ്ങളിൽ സംസാരിക്കാനുള്ളത്, ജനം എൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. കേവലം ആരാധനയ്ക്ക് വരുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മീയ അനുഭവമല്ല. എന്താണ് ദൈവ സാന്നിധ്യമെന്നൊക്കെ നമ്മൾ തുടർച്ചയായി പഠിക്കാൻ പോകുകയാണ്. പക്ഷെ നിങ്ങളോട് പ്രാരംഭമായി പറയട്ടെ, ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ പഠിക്കുന്ന ദൈവവചനം അനുസരിച്ച് ദൈവ സാന്നിധ്യത്തിൽ നിരന്തരം ജീവിക്കാൻ പരിശീലിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം മാറും. ആ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ആത്മജീവിതത്തിന് നൽകുന്ന അനുഗ്രഹങ്ങൾ അത്ര വലുതാണ്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും വചനം ശ്രദ്ധയോടെ കേൾക്കണം, പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ വചനപ്രകാരം ജീവിക്കാനുള്ള കൃപ എനിക്ക് നൽകണം. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനോടുകൂടെ വസിച്ചു, അല്ലേ? വെയിലാറുമ്പോൾ ദൈവം എന്തു ചെയ്യും? മനുഷ്യൻ്റെ അടുക്കൽ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഒറ്റ കാര്യമേ ഉള്ളൂ, മനുഷ്യൻ്റെ കൂടെ എനിക്ക് നടക്കണം, മനുഷ്യനോടൊപ്പം കൂട്ടായ്മ കൂടണം. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം, പാപം മനുഷ്യൻ്റെ ദൈവത്തോടുള്ള കൂട്ടായ്മയെ തടസ്സപ്പെടുത്തി, അല്ലേ? പിന്നെ മനുഷ്യൻ ഒളിക്കാൻ തുടങ്ങി, ദൈവത്തിൽ നിന്ന് അകന്നു, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ തുടങ്ങി. പക്ഷേ ദൈവം അവരെ ഉപേക്ഷിച്ചില്ല, ദൈവം അവരോട് ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്. പിന്നീട് ദൈവം തനിക്കായിട്ടൊരു ജനത്തെ തിരഞ്ഞെടുത്തു, ഇസ്രായേൽ മക്കൾ. ദൈവം അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ നടുവിൽ ഞാൻ വസിക്കേണ്ടതിന് എനിക്കൊരു തിരുനിവാസം ഉണ്ടാക്കണം, അല്ലേ? സമാഗമന കൂടാരം ദൈവം എന്തിനാ അവരുടെ നടുവിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്? മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന ജനത്തോടൊപ്പം ദൈവത്തിന് സഞ്ചരിക്കാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആഗ്രഹം നോക്കിയേ, എൻ്റെ ജനത്തോടൊപ്പം എനിക്ക് സഞ്ചരിക്കണം, എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ എനിക്ക് വസിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവിടെ കൊണ്ട് തീർന്നോ? തിരുനിവാസം ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ
അവരെന്ത് ചെയ്തു? സ്വന്തം രാജ്യത്ത് ചെന്നു, കനാൻ നാട്ടിൽ താമസമുറപ്പിച്ചു, അവർക്ക് രാജ്യമായി, രാജാക്കന്മാരായി. ദൈവം എന്താ അവരോട് പറഞ്ഞത്? ദാവീദിനോട് പറഞ്ഞ എന്താ? എനിക്ക് വസിക്കാൻ അല്ലേ ഒരു താമസ സ്ഥലം ഉണ്ടാക്കണം. ദാവീദ് ആഗ്രഹിച്ചു. പക്ഷേ ദൈവം പറഞ്ഞു, നീ ഉണ്ടാക്കണ്ട, നിന്റെ മകൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കും. അല്ലേ? ദാവീദിന്റെ മകനായ ശലോമോൻ മനോഹരമായ ഒരു ദേവാലയം പണിതു. എന്താ ഉദ്ദേശം? എന്താ ഉദ്ദേശം? ദൈവത്തിന് തൻ്റെ ജനത്തിൻ്റെ നടുവിൽ വസിക്കണം. എത്രവർക്ക് സന്തോഷമുണ്ട്? പ്രൈസ് ദി ലോർഡ്. എന്നാൽ കാലം കുറെ കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മാറിയില്ലേ? ദേവാലയം വീണ്ടും അവർ അശുദ്ധമാക്കി. ദൈവം വസിക്കേണ്ട ആലയത്തെ അവർ അശുദ്ധമാക്കിയ നിമിത്തം ദൈവം തന്നെ ശത്രുക്കളെ അയച്ച ആലയത്തെ നശിപ്പിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹം അപ്പോഴും മനുഷ്യൻ്റെ കൂടെ വസിക്കണം. അങ്ങനെയാണ് തൻ്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. എന്താ ദൂതൻ വന്നു പറഞ്ഞത്? എന്തു പേരിടണമെന്ന? അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കണം. പ്രൈസ് ദി ലോർഡ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. എത്രവർക്ക് വചനം മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. ആലയത്തിനകത്തായിരുന്ന, സമാഗമന കൂടാരത്തിനകത്തായിരുന്ന ദൈവ സാന്നിധ്യം വന്ന് നിൽക്കുകയാ. പുത്രൻ സാക്ഷാൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വരികയാ, ജനത്തോടൊപ്പം വസിക്കുക. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, കർത്താവ് എന്ത് ചെയ്തു? മരിച്ചു. അവിടുന്ന് മരിക്കുന്നതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞു, ഞാൻ പോയാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും. പരിശുദ്ധാത്മാവിനെ നമ്മുടെ നടുവിൽ അയച്ചു. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ജനത്തിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിനെ അയച്ചു. എന്താ ഉദ്ദേശം? എനിക്കെൻ്റെ ജനത്തിൻ്റെ കൂടെ വസിക്കണം, എനിക്കെൻ്റെ ജനത്തിൻ്റെ ഇടയിൽ വസിക്കണം. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല. പുതിയ നിയമം പറയുന്ന ഏറ്റവും വലിയ വെളിപ്പാട്, ജനത്തിന് ഇടയിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി ഇന്ന് ആളുകൾ അല്ലേ ഏതെങ്കിലും കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ വില കൂടിയ അല്ലേ എന്താ സ്വർണമോ വെള്ളിയോ വൈരക്കല്ലുകളോ കൊണ്ടൊന്നും ആലയം പണിയണ്ട. ഇന്ന് ദൈവത്തിന് തന്റെ ജനത്തിന്റെ ഇടയിൽ വസിക്കാൻ ദൈവത്തിനൊരാലയമുണ്ട്. അത് ഞാനും നിങ്ങളും, എന്റെയും നിങ്ങളുടെയും ശരീരമെന്ന ആലയം. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ഇന്ന് വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഈ ശരീരമാകുന്ന ആലയത്തിലാണ് ദൈവം വസിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഈ ദൂത് കേൾക്കുമ്പോൾ അവൻ അറിഞ്ഞോണം, ദൈവം അവൻ മറ്റെങ്ങും വസിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. ഉലകത്തിലെ വില കൂടിയ അവൻ മണിമന്ദിരങ്ങളിൽ സൗധങ്ങൾക്കകത്ത് വസിക്കാൻ ആഗ്രഹിക്കുന്നവനല്ല നമ്മുടെ ദൈവം. പകരം എന്റെയും നിങ്ങളുടെയോ ഈ മൺകൂടാരത്തിൽ ത്തിനകത്ത് വസിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഈ ദർശനം ഇവിടെ അവസാനിക്കത്തില്ല അല്ലെ? ഈ ദർശനത്തിന്റെ ആമേനല്ലേ പരിസമാപ്തി എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 21:3 പറയുന്നത് പോലെ, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ നമ്മോടുകൂടെ നിത്യമായി വസിക്കുന്ന അല്ലേ ഒരനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയുടെ അനുഭവമാ ബൈബിൾ വിളിച്ചു പറയുന്ന സത്യം. അതുകൊണ്ട് ഞാനിത് ആമുഖമായി പറഞ്ഞത്, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമെന്ന് പറയുന്നത് നമ്മുടെ കൂടെ വസിക്കണമെന്നാ. എത്രപേർക്ക് ഇന്ന് സന്തോഷമുണ്ട്? സ്തോത്രം, സ്തോത്രം. മഹത്വത്തിൻ്റെ പ്രത്യാശിയായ ക്രിസ്തു നമ്മിൽ ഇരിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ പരിശുദ്ധാത്മാവ് പ്രാരംഭ സമയത്ത് നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ മൺകൂടാരത്തിനകത്ത് ദൈവ സാന്നിധ്യം വസിക്കുന്നുണ്ടോ? ആമേ ദൈവത്തിന്റെ സഹവാസം അകത്ത് അനുഭവിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? അതോ ആ സഹവാസത്തിന്, ദൈവ സാന്നിധ്യത്തിന്, ദൈവ സാമീപ്യത്തിന് എന്തെങ്കിലുമൊക്കെ തടസ്സം വന്നിട്ടുണ്ടോ? ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ നിമിഷം ആമേൻ ഒന്ന് ശോധന ചെയ്യണം.
ചെയ്യണം. കർത്താവേ, നിന്റെ സാന്നിധ്യം എൻ്റെ മൺകൂടാരത്തിനകത്ത് വസിക്കുന്നതിന് തടസ്സമായി എന്നിലുള്ള കുറവുകൾ ഇന്ന് പകൽക്കാലം കണ്ടറിഞ്ഞ് ഒരു മാനസാന്തരത്തിലേക്കും ഒരു മടങ്ങി വരവിലേക്കും വന്ന് ആമേൻ സ്തോത്ര സമാഗമന കൂടാരത്തിനകത്ത് എപ്രകാരം പരിശുദ്ധ സാന്നിധ്യം ഇറങ്ങി വന്നുവോ, ആമേ ദേവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് എങ്ങനെ ദൈവ സാന്നിധ്യം വന്നുവോ, ആമേൻ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അപ്രകാരം തന്നെ ആമേൻ നമ്മുടെ യാഗത്തളത്തിൽ ആമേൻ ഇറങ്ങി വന്ന് ആ സാന്നിധ്യത്തിൽ നിരന്തരം ജീവിക്കുവാൻ ആമേൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറും. സ്തോത്രം. പക്ഷെ ഒന്ന് ശോധന ചെയ്യണം. ഞാൻ വേദനയോടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ, പുസ്തകത്തിനകത്തുണ്ടെന്നുള്ളതല്ലാതെ എത്ര പേര് ഇത് അനുഭവിക്കുന്നുണ്ട്, എത്ര പേര് ആ സാന്നിധ്യം രുചിച്ചറിയുന്നുണ്ട്? കൂട്ടായ്മയ്ക്കകത്താകട്ടെ, ആമേൻ നമ്മുടെ ജീവിതാനുഭവങ്ങളിലാകട്ടെ, ദൈവ സാന്നിധ്യം നിരന്തരം അനുഭവിക്കുന്ന എത്ര ദൈവമക്കളുണ്ട് എന്ന് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ചോദിക്കുകയാ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ സ്തോത്ര കേവലം ഒരു വചനം കേട്ട് മടങ്ങിപ്പോകാനുള്ള പകരം ദൈവത്തിന്റെ പരിശുദ്ധ സാന്നിധ്യം അതേ അളവിൽ, അതേ നിറവിൽ, അതേ നിയോഗത്തോടെ നമ്മുടെ അകത്തളത്തിൽ വസിക്കുന്നുവെന്ന് ഉറപ്പാക്കുവാൻ വേണ്ടിയാണ് ഈ പ്രാർത്ഥന ആമേൻ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് പകൽക്കാല ദൈവജനമേ, ഞാനീ പറഞ്ഞതുപോലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി, സ്തോത്രം, ഈ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. പുസ്തകത്തിൽ അതൊക്കെ ഉണ്ട് പാസ്റ്ററെ, പക്ഷേ ഈ സാന്നിധ്യം അനുഭവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും പലപ്പോഴും കഴിയുന്നില്ല എന്ന വലിയ പരിമിതിയാണ് നമ്മുടെ പ്രശ്നം. നമ്മളതുകൊണ്ട് ഇന്ന് പ്രാരംഭമായി ചിന്തിക്കുന്നത് ഈ സാന്നിധ്യമില്ലാത്ത ജീവിതം, സ്തോത്രം, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത ക്രിസ്തീയ ജീവിതമാണ് ഇന്നുള്ളത്. അതിനെക്കുറിച്ച് നമ്മുടെ കുറവുകളൊന്നും ഇന്ന് രാവിലെ ഒന്ന് ചിന്തിക്കാൻ പോവുക. എന്നാലും ആരാധനയുണ്ട്, പരിപാടികളൊക്കെ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ധരിക്കുന്നത് സാന്നിധ്യം ഉണ്ടെന്നാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഉപവാസത്തിൻ്റെ ആദ്യത്തെ ദിവസമല്ലേ? അപ്പം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നമ്മുടെ പരിപാടിയിൽ എന്താണ് പ്രശ്നമെന്നൊന്നും മനസ്സിലാക്കണം. ആ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു കുറിവാക്യമായിട്ട് ഇന്ന് രാവിലത്തെ സെഷനിൽ ഈ ശുശ്രൂഷയുടെ എല്ലാം ഒരു കുറിവാക്യമായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാവുന്നൊരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പുറപ്പാട് 33:15. സ്തോത്രം. മോശയുടെ പ്രാർത്ഥനയാണ്, തിരുസാന്നിധ്യം ഇവിടെ നിന്ന് ഞങ്ങളോടുകൂടെ പുറപ്പെടുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ. മോശ എന്ന ദൈവമനുഷ്യൻ ദൈവ സാന്നിധ്യത്തിൻ്റെ വില മനസ്സിലാക്കിയവൻ, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ജീവിതത്തിന് എന്തും മാറ്റം വരുമെന്ന് തിരിച്ചറിഞ്ഞവൻ, ദൈവ സാന്നിധ്യമില്ലെങ്കിൽ എത്രയോ ശൂന്യമാണ് ആമേൻ മനുഷ്യ ജീവിതമെന്ന് തിരിച്ചറിഞ്ഞവൻ. ആ തിരിച്ചറിവില്ലാത്ത ജനത്തോട് അല്ലെ അവരുടെ പാപകരമായ പ്രവൃത്തികൾ കണ്ട്, അതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 32-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലെ സംഭവം, മോശ ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നത് കണ്ട്, മോശ എവിടെയാ? ദൈവസന്നിധിയിലാ. 40 ദിവസമായി മോശ ദൈവസന്നിധിയിൽ ഇരിക്കുക. അവിടെ ചെന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിൻ്റെ കൈവിരൽ കൊണ്ട് ന്യായപ്രമാണം അല്ലെ 10 കൽപ്പനകൾ ഉൾപ്പെടെയുള്ള ദൈവത്തിൻ്റെ വചനം അവൻ മോശ പ്രാപിക്കുകയാ. അല്ലെ മോശ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോ താഴെ ജനം അഹരോനോട് പറയുക, അഹരോനെ, പർവ്വതത്തിലേക്ക് കയറിപ്പോയ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നീ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം, ഞങ്ങൾക്ക് മുമ്പേ പുറപ്പെടാൻ. അവര് പറയുക, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന്
ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്തുനിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മോശയ്ക്ക് എന്തു ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. നിങ്ങൾക്ക് ആ പശ്ചാത്തലം അറിയാം. കേൾക്കണേ, ജനത്തിന്റെ ആവശ്യം കേട്ട് അഹരോൻ വിഡ്ഢിത്തം പ്രവർത്തിച്ചു, മഹാദോഷം പ്രവർത്തിച്ചു, ജനത്തെ ഭയപ്പെട്ടു. അങ്ങനെ നമ്മൾ വായിക്കുന്നത്. അഹരോൻ ജനത്തെ എന്ത് ചെയ്തു? ഭയപ്പെട്ട് അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ കാതിലെ കുണുക്കുകൾ നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. നോക്കണേ, അവിടെ കൊണ്ടുവന്നു കൊടുത്തു. അവൻ അത് വെച്ച് എന്ത് ചെയ്തു? ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരുടെ മുമ്പിൽ നിർത്തി. കാളക്കുട്ടിയെ കണ്ടപ്പോൾ ജനമെല്ലാം ആർത്തു വിളിച്ചു പറഞ്ഞു, മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന യഹോവയായ ദൈവമാണ് ഈ കാളക്കുട്ടി എന്ന് പറഞ്ഞ് അവരതിനെ മുമ്പിൽ ആർത്തു ഘോഷിച്ച് അതിനെ ആരാധിക്കാൻ തുടങ്ങി. ഈ വലിയ ഘോഷം നടക്കുമ്പോഴാ മോശപർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്ന മോശ, നിങ്ങൾക്കെല്ലാവർക്കും പശ്ചാത്തലം അറിയാം, അതുകൊണ്ട് വിവരിക്കുന്നില്ല. തൻ്റെ കയ്യിലുണ്ടായിരുന്ന കൽപ്പലകൾ ദേശത്തിൽ എറിഞ്ഞുടച്ചു. തീർന്നില്ല. മോശ ജനത്തോട് നോക്കി ഇങ്ങനെ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കലേക്ക് മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ലേവ്യർ മോശയുടെ അടുക്കൽ മാറി നിന്നു. ലേവ്യരോട് പറഞ്ഞു, നിങ്ങൾ വാളെടുത്ത് പാളയത്തിൽ കടന്ന് അപ്പനെയോ അമ്മയോ സഹോദരങ്ങളോ എന്ന് നോക്കാതെ ഈ മഹാദോഷം ചെയ്തവനെയൊക്കെ സംഹരിക്കണമെന്ന് കൽപ്പിച്ചു. ലേവ്യർ എഴുന്നേറ്റ് മുഖം നോക്കാതെ, ആളെ നോക്കാതെ ഈ മഹാദോഷം ചെയ്തവരെയൊക്കെ സംഹരിച്ചു. വചനം പറയുന്നു, 3000 പേര് അന്നവിടെ പട്ടുവീണു. അതിനുശേഷം മോശ തിരിച്ച് ദൈവസന്നിധിയിൽ കയറിപ്പോയി. ചെന്ന ദൈവസന്നിധിയിൽ ഭയങ്കരമായിട്ട് നിലവിളിച്ചു. കയറിച്ചെന്ന് നിലവിളിച്ചു പറഞ്ഞു, ദൈവമേ, പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിച്ച് ആരെങ്കിലും പറയുമോ? ഒരു ലീഡറും പറയാത്തൊരു കാര്യം മോശ അവിടെ പറഞ്ഞു. ദൈവമേ, ഇവർ മഹാദോഷം പ്രവർത്തിച്ചു, പക്ഷേ നീ അവരുടെ പാപം ക്ഷമിക്കണം. നീ അവരുടെ പാപം ക്ഷമിക്കണം. ഇല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണം. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഭയങ്കര ദർശനമാണ്. താൻ നശിച്ചാലും വേണ്ടിയില്ല, ജനം വിടുവിക്കപ്പെടണമെന്ന് പറഞ്ഞ് മോശ ദൈവം ഭാഗം നിലവിളിച്ചു. നെടുമ്പാടു വീണു. തീർന്നില്ല. ദൈവം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പാപം ചെയ്യുന്നവന്റെ പേര് ഞാൻ എന്ത് ചെയ്യും? പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. എന്നിട്ടൊരു കാര്യം കൂടെ ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഞാൻ എൻ്റെ ദൂതനെ അയക്കും നിങ്ങളുടെ കൂടെ. അവൻ നിങ്ങളുടെ കൂടെ വരും. അവൻ നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളുടെ മുമ്പാകെ പ്രവർത്തിക്കും, ശത്രുക്കളെയൊക്കെ ഓടിക്കും. നിങ്ങളെ ദേശത്ത് ഞാൻ കൊണ്ടുപോകും. ഞാൻ നിന്റെ മുമ്പാകെ ഞാൻ നടക്കത്തില്ല. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ നടക്കത്തില്ല. പിന്നെ ആര് നടക്കും? എൻ്റെ ഒരു ദൂതനെ നിങ്ങളുടെ മുമ്പാകെ അയക്കും. അവൻ നിങ്ങളുടെ ശത്രുക്കളെയൊക്കെ ഓടിക്കും. എന്നെ കേൾക്കുന്ന ദൈവവേദന ശ്രദ്ധിക്കണേ. ദൈവം പറയുക, നീയൊക്കെ പാപം ചെയ്ത് എനിക്ക് പകരം ദൈവത്തെ തെരഞ്ഞെടുത്തില്ലേ? ഞാൻ നിങ്ങളെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ദൈവമാ. പക്ഷെ നിങ്ങൾ പരസ്യമായി പറഞ്ഞു, എന്നെ വേണ്ട, കാളക്കുട്ടിയെ മതി എന്ന് പറഞ്ഞ് എനിക്ക് പകരം കാളക്കുട്ടിയെ തെരഞ്ഞെടുത്ത ജനമാ, എന്നെ ഉപേക്ഷിച്ച ജനമാ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ നടക്കത്തില്ല. പക്ഷെ നീ എന്നെ മുമ്പാകെ പ്രാർത്ഥിച്ച പ്രാർത്ഥന, അഭയയാചന ഞാൻ കേട്ടിരിക്കുന്നു. ഞാൻ അതുകൊണ്ട് ഈ ജനത്തെ നശിപ്പിക്കുന്നില്ല, എൻ്റെ ദൂതനെ അയക്കും. ഞാൻ നിങ്ങളുടെ കൂടെ നടക്കത്തില്ല, കാരണം നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാണ്. വചനം കേൾക്കുന്ന ദൈവവേദലേ, സ്വർഗത്തിലെ ദൈവം പറയുക, ഞാനിനി നിങ്ങളുടെ കൂടെ നടക്കുകയല്ല, പക്ഷെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കത്തില്ല, നിങ്ങളെ ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാതിരിക്കത്തില്ല. എൻ്റെ ദൂതനെ അയക്കും.
അവൻ നിങ്ങളെ അവിടെ എത്തിക്കും. നിങ്ങളുടെ മുമ്പിലുള്ള ശത്രുക്കളെ അവൻ തകർക്കും. ഞാൻ നിങ്ങളുടെ കൂടെ നടക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഈ ദൂത് നമ്മളോടാ പറയുന്നെങ്കിൽ നമ്മളെന്തോ പറയുമെന്ന് നിങ്ങളങ്ങ് ചിന്തിച്ചാൽ മതി. സ്തോത്രം, സ്തോത്രം. എന്നോട് ഇങ്ങനെ ഈ വചനമൊക്കെ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഒരുപാട് ചിന്ത വന്നു. ശ്രദ്ധിക്കണേ, ദൈവം എന്തുകൊണ്ടാണ് ഇവരുടെ കൂടെ നടക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാ? അവിടെ തന്നെ പറഞ്ഞു, ഇവർ പാപം ചെയ്തു. എന്ത് പാപമോ ചെയ്തത്? മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം യഹോവയായ ദൈവമാ. പക്ഷെ ഇവര് പറയും ആ ദൈവം അല്ല. ഇപ്പൊ ആരാ? കാളക്കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ദൈവത്തിനു പകരം മറ്റെന്തിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിച്ചാലും അവിടെ ദൈവത്തിന് രണ്ടാം സ്ഥാനം. ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്, ഞങ്ങളെ നടത്തുന്നത് ദൈവമല്ല വേറെ എന്തെങ്കിലുമാണെന്ന് എന്തെങ്കിലും ചിന്ത അകത്തു വന്നാൽ അവിടെ ദൈവത്തെ നിങ്ങൾ തടയുക. എല്ലാം പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും തമ്പുരാന് കൊടുക്കാതെ അത് മറ്റെന്തിനെങ്കിലും നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ദൈവമഹത്വത്തിന് ഇടിവ് പറ്റുകയാ. അങ്ങനെ ഇടിവ് പറ്റിയിട്ടും കൂടെ നടക്കുന്നവനല്ല നമ്മുടെ ദൈവം. അവന് കൊടുക്കുന്ന മഹത്വം കുറഞ്ഞാലും വേണ്ടിയല്ല. കുറച്ചൊക്കെ ആരാധിക്കുന്നുണ്ടല്ലോ, അല്ലേ? ഒന്നാം സ്ഥാനം കുടുംബത്തിനും സ്വന്തം കാര്യത്തിനും ഒക്കെ ആണെങ്കിലും വല്ലപ്പോഴും എന്നെ വിളിക്കുന്നുണ്ടല്ലോ. വല്ല പിടികിട്ടുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം. വെളിയിൽ വെച്ചും വീട്ടിൽ വെച്ചൊന്നും ഓർക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും പള്ളിയിൽ വരുമ്പോഴെങ്കിലും എന്നോടൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എന്നാ പിന്നെ അവരെ അങ്ങ് അനുഗ്രഹിച്ചേക്കാം, കൂടങ്ങ് നടന്നേക്കാം എന്ന് ചിന്തിക്കുന്നൊരു ദൈവമല്ല അവനെന്ന പറഞ്ഞതിൻ്റെ അർത്ഥം എത്ര പേർക്ക് മനസ്സിലായി? അവന് മഹത്വം കൊടുക്കുകയാണെങ്കിൽ മുഴുവൻ മഹത്വവും അവന് കൊടുക്കണം. അവൻ ആരാധന കൊടുക്കുകയാണെങ്കിൽ മുഴുവൻ ഹൃദയത്തോടെ കൊടുക്കണം. അവൻ സ്തോത്ര, അവനല്ലേ, അവൻ പകുതി സമർപ്പണവും പകുതി ആരാധനയും പകുതി സ്തോത്രവും കണ്ട് പ്രസാദിക്കുന്നവരല്ല. ദൈവം പറയുക, മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ അവൻ അന്ന് നിങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുന്നത് വരെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവൻ ഞാനാണെങ്കിൽ സകല മഹത്വം സകല പുകഴ്ച എനിക്ക് തന്നെ ലഭിക്കണമെന്ന് നിർബന്ധമുള്ള തീഷ്ണതയുള്ള ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നത്. അതുകൊണ്ട് മോശയോട് പറയുക, മോശേ, എന്നെ രണ്ടാം സ്ഥാനത്താക്കിയ, എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ, അവൻ എന്റെ കൂടെ വരാത്ത, എനിക്ക് അർഹിക്കുന്ന മഹത്വം തരാത്ത ജനത്തിന്റെ കൂടെ ഞാൻ വരത്തില്ല. ദുശാഠ്യമുള്ളവരുടെ കൂടെ ഞാൻ നടക്കുകയില്ല. അവൻ പകരം എന്റെ ദൂതനെ അയച്ചേക്കാം. പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കാൻ അവൻ നിങ്ങളെ, അവൻ ആ സ്ഥാനത്തെത്തിക്ക്. നിങ്ങളുടെ ശത്രുക്കളെ അവൻ തോൽപ്പിക്കുമെന്ന ദൂത് കേട്ട് അവൻ ഒരുപക്ഷേ ഇന്നത്തെ തലമുറ സന്തോഷിച്ചേക്കാം. കേട്ടെ, അനുഗ്രഹിക്കത്തില്ലെന്ന് ദൈവം പറഞ്ഞോ? പറഞ്ഞോ? കനാൻ നാട്ടിൽ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞോ? ജോലി തരത്തില്ലെന്ന് പറഞ്ഞോ? പറഞ്ഞോ? വിടുതൽ തരത്തില്ലെന്ന് പറഞ്ഞോ? അങ്ങനൊന്നും ദൈവം പറഞ്ഞില്ല. ദൈവം പറഞ്ഞ അതെല്ലാം തന്നേക്കാം, എല്ലാം തന്നേക്കാം. പക്ഷേ ദുശാഠ്യമുള്ളവന്റെ കൂടെ എന്റെ സാന്നിധ്യം വരികയില്ല. എത്ര പേർക്ക് ദൂതിന്റെ ഗൗരവം മനസ്സിലായി? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയാ മോശ എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ പറഞ്ഞു, ആമേൻ, ഞങ്ങൾക്ക് നിന്റെ അനുഗ്രഹമല്ല വേണ്ടത്. ദൈവത്തിന് പകരമായിട്ട് എന്തൊക്കെ തരുന്നോ അതെല്ലാം എന്താ? അവന്റെ ബ്ലെസ്സിങ്ങാ. ദൈവത്തിന് പകരമായി ദൈവത്തിന് പകരം ദൈവം ഇല്ല, അതായത് ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ല. പകരം എന്ത് ചെയ്തേക്കാം? കുറച്ച് കാശ് തന്നേക്കാന്ന് പറഞ്ഞാൽ കാശും ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ല വെച്ചാ. സൗഖ്യവും അനുഗ്രഹമല്ലേ, കുടുംബം അനുഗ്രഹമല്ലേ, നന്മയൊക്കെ അനുഗ്രഹമല്ലേ. ഇന്നത്തെ തലമുറ ചോദിക്കും, ഞങ്ങൾക്ക് നിന്നെ കിട്ടിയില്ലെങ്കിലും വേണ്ടിയല്ല, അനുഗ്രഹം ഇങ്ങനെ കിട്ടിയാൽ മതി. പിടികിട്ടുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? ആരാധനയിൽ വലിയ ആത്മസാന്നിധ്യം ഇല്ലേലും വേണ്ടിയല്ല, കാര്യങ്ങൾ നടന്നാൽ മതി. ആരാധിച്ചില്ലേലും കുഴപ്പമില്ല, കാര്യങ്ങൾ നടക്കണം.
എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൂത് മനസ്സിലായവർ സ്തോത്രം ചെയ്യണേ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസം ആമൻ ഹൃദയത്തിനകത്ത് ദൈവ സാന്നിധ്യമില്ലാതെ, ആമൻ ആരാധനയ്ക്കകത്ത് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ, ആമൻ കുടുംബജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ, ആമൻ ഇന്ന് പകൽക്കാലം ആമൻ ആമൻ മറ്റു കാര്യങ്ങളിലൊക്കെ നടന്നാൽ മതി, അതുകൊണ്ട് തൃപ്തി അടഞ്ഞിരിക്കുന്ന ആരെങ്കിലും എന്റെ വചനം കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് ആത്മാവ് ഇന്ന് പകൽ ഇടപെടുകയാ. അവൻ മോശയുടെ ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടാകട്ടെ. മോശ പറഞ്ഞു, നോ നോ, ഞങ്ങൾക്ക് അനുഗ്രഹമല്ല വേണ്ടത്, അവൻ ഞങ്ങൾക്ക് വേണ്ടത് കനാൻ ദേശമല്ല, ഞങ്ങൾക്ക് വേണ്ടത് ശത്രുക്കളിൽ നിന്നുള്ള ജയമല്ല, ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ സാന്നിധ്യമാ. നീ ഇല്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത്. സ്തോത്രം, സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ വചനം? നമുക്ക് വേണ്ട എന്താ? അവനാ, അവന്റെ സാന്നിധ്യമാ. ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇന്നത്തെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമാണ്. എന്താന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ആരാധിക്കാം, ആരാധിക്കാനൊക്കെ അറിയാം, നന്നായി പാടും, നന്നായി ആരാധിക്കും. പക്ഷേ ആരാധ്യനായ ദൈവത്തിന്റെ കൂടെ നടക്കാൻ അറിയില്ല. മനസ്സിലായവർ മാത്രം സ്തോത്രം ചെയ്താട്ടെ. ആരാധിക്കാനും പാടാനും ഒക്കെ അറിയാം, പക്ഷേ ആരാധ്യൻ, സ്തുതി ബഹുമാനങ്ങൾക്ക് യോഗ്യൻ, മഹത്വത്തിന് യോഗ്യൻ, പുകഴ്ചയ്ക്ക് യോഗ്യനായവന്റെ കൂടെ ചേർന്ന് നടക്കാൻ എത്ര പേർക്ക് അറിയാമെന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുകയാ. ഇന്ന് പകൽ ആരാധനാലയത്തിനകത്ത് വന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂർ നന്നായി കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാൻ നിനക്കറിയാമായിരിക്കാം. പക്ഷെ ദൈവം ചോദിക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അവൻ ഒപ്പം നടക്കാ. ആമേ വഷളത്തെന്ന് പറഞ്ഞൊരു തലമുറയുടെ നടുവില് ആമേ ദൈവത്തോട് കൂടെ നടന്നതുപോലെ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ, അഭിഷിക്തന്മാർ ദൈവത്തോട് കൂടെ നടന്നതുപോലെ ദൈവത്തോട് കൂടെ നടക്കാൻ ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഇച്ചിരി പാടാ, അത് ഇച്ചിരി പാടാ. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും അറിയാം, എത്ര മണിക്കൂർ വേണമെങ്കിലും പ്രാർത്ഥിക്കും. സ്തോത്രം, സ്തോത്രം. ശരിയാണോ? പക്ഷേ ദൈവത്തോട് സംസാരിക്കാൻ എത്ര പേർക്കറിയാം? മനസ്സിലായോ? വ്യത്യാസം പിടി കിട്ടിയവർ സ്തോത്രം ചെയ്താട്ടെ. പ്രാർത്ഥിക്കാൻ എത്ര നേരം വേണേലും നമുക്കറിയാം, പക്ഷെ ദൈവത്തോട് സംസാരിക്കാൻ എത്ര പേർക്ക് അറിയാം? പ്രാർത്ഥിക്കുന്നതിന് പാടില്ല, പക്ഷേ സംസാരിക്കണമെങ്കിൽ ബന്ധമുണ്ടാകണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തിപരമായി, കുടുംബമായി ഓരോരുത്തരോട് സംസാരിക്കുകയാ. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, അവൻ എന്നോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അവൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആത്മാവ് പറയുക, ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ മോശയെ കുറിച്ച് ദൈവം പറയുക, അവൻ ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ഞാൻ മോശയോട് സംസാരിക്കും. അത് സാന്നിധ്യം അനുഭവിക്കുന്നവർക്കാ, റിലേഷൻഷിപ്പ് ഉള്ളവർക്കാ സംസാരിക്കാൻ കഴിയുള്ളൂ. മക്കളെ, ഇന്ന് പകൽ ആത്മാവ് നിങ്ങളോട് പറയുന്നു, അവനോട് സംസാരിക്കുന്ന തരത്തിൽ നമ്മുടെ ബന്ധമൊന്ന് വളരട്ടെ. ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാൻ അവൻ നമുക്കിടയാകട്ടെ. ജീസസ്. പ്രസംഗമൊക്കെ എല്ലാവരും കേൾക്കുന്നുണ്ട്, ദൂത് കേൾക്കുന്നുണ്ട്, 100 പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, അല്ലെ? 100 കണക്കിന് പ്രസംഗങ്ങൾ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. ഇവിടെ കേൾക്കുന്നുണ്ട്, യൂട്യൂബിൽ കേൾക്കുന്നുണ്ട്, പവർ വിഷനിൽ കേൾക്കുന്നുണ്ട്, എല്ലാം പ്രസംഗം കേൾക്കുന്നുണ്ട്. ചോദ്യം, ദൈവ ശബ്ദം എത്ര പേർ കേൾക്കുന്നുണ്ട്? പ്രസംഗം കേൾക്കുന്നതും ദൈവശബ്ദം കേൾക്കുന്നതും രണ്ടും രണ്ട് കാര്യമാണ്. അമ്മാമേ, പ്രസംഗം കേൾക്കുന്നതും ദൈവശബ്ദം കേൾക്കുന്നതും രണ്ടും രണ്ട് കാര്യമാണ്. സ്തോത്രം. ഇടപെടുന്ന വചനത്തിലൂടെ ദൈവത്തിന് നിന്നോട് പറയാനുള്ള ദൈവത്തിന്റെ മഹത്തായ ശബ്ദം അത് കേൾക്കണമെങ്കിൽ ഉണ്ടല്ലോ, ആമേൻ, നിന്റെ ചെവി തുറക്കണം കേട്ടോ. ആമേൻ, നിന്റെ ഹൃദയം തുറക്കണം, അകക്കണ്ണ് ആമേൻ സ്തോത്രം തുറക്കണം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവാകത്ത മനുഷ്യനോട് ഇടപെടുന്ന ദൈവ ശബ്ദം കേൾക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ മേഖല വളരണം. പ്രസംഗം ചെവി കൂടെ കേട്ട് ആമേൻ, ഒരു ചെവി കൂടെ കേട്ട് അടുത്ത ചെവിയിലൂടെ വിടാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ അവൻ എത്ര പേർക്ക് പറയാൻ പറ്റും? ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ എന്റെ അന്തരാത്മാവിനോട് സംസാരിച്ചു. ഇന്ന് കേട്ട ദൂത് എന്നോട് സംസാരിച്ച ദൂതാണെന്ന് പറയത്തക്കവണ്ണം വിശ്വാസത്തിന്റെ കേൾവിയുള്ള എത്ര പേരുണ്ട്? അത് സാന്നിധ്യബോധമുള്ളവർക്ക്, അവന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവ ശബ്ദം കേൾക്കാൻ പറ്റുകയുള്ളൂ. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു.
സ്തോത്രം. അത് ഇടയനുമായിട്ട് ബന്ധമുള്ള ആടുകൾക്കല്ലേ പറ്റുള്ളൂ. എത്ര പേർക്ക് ഇന്ന് ദൂത് മനസ്സിലാകുന്നുണ്ട്? സ്തോത്ര സ്തോത്ര. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സമയം ആരാധന, സാന്നിധ്യമില്ലാത്ത ആരാധന ചടങ്ങ്, സാന്നിധ്യമില്ലാത്ത പ്രാർത്ഥന ചടങ്ങ്, സാന്നിധ്യമില്ലാത്ത കൂട്ടായ്മകൾ ഒരു ചടങ്ങ്. ഇന്ന് പകൽക്കാല ചടങ്ങ് നടത്താനല്ല ആത്മാവ് പറയുന്നത്. അവന്റെ സാന്നിധ്യം അനുഭവിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? അവന്റെ സാന്നിധ്യത്തെ തടയുന്നത് ദൈവത്തിന് പകരമായി നീ മറ്റെന്തിനെയൊക്കെ എടുത്തു വെക്കുന്നുണ്ടോ? ദൈവത്തിന് പകരമായി മറ്റെന്തിനൊക്കെ ബഹുമാനം കൊടുക്കുന്നുണ്ടോ? ദൈവത്തിന് പകരമായി മറ്റെന്തിനെയൊക്കെ ഹൃദയത്തിനകത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നുണ്ടോ? അതെല്ലാം ഇന്ന് പകൽക്കാലം എടുത്തു കളഞ്ഞ്. സ്തോത്രം സ്തോത്രം. നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ ദാനങ്ങളല്ല, ദാനം വേണ്ടെന്നല്ല, പകരം വേണ്ടത് നമുക്ക് ദൈവത്തെ തന്നെ. മോശ പറഞ്ഞു, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെന്ത് ചെയ്യരുത്? അയക്കരുത്. സ്തോത്രം. എടാ, ദൈവം വരുന്നതും ദൂതൻ വരുന്നതും വ്യത്യാസമാണ്. ദൂതന് ശക്തിയൊക്കെ ഉണ്ട്, പക്ഷേ ദൈവം സർവശക്തൻ. എത്ര പേര് ആമേൻ പറയും? ഇനി ഈ ദൂതൻ പ്രവർത്തിക്കണമെങ്കിൽ തന്നെ ദൈവത്തിൻ്റെ കമാൻഡിലാണ് എന്ത് ചെയ്യുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് ദൈവത്തിന് പകരമാവില്ല മറ്റൊന്നും. ദൈവം വരില്ല, 10 കോടി രൂപ തന്നേക്കാന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കുമോ? നമുക്കാന്നീ പറഞ്ഞു അത് മതി. ദൈവം വരണമെന്നൊരു നിർബന്ധവും ഞങ്ങൾക്കില്ല. 10 കോടി രൂപ തന്നാൽ മതി. പക്ഷെ മോശ പറഞ്ഞു, ഞങ്ങൾക്ക് 10 കോടിയും വേണ്ട, നീ വന്നില്ലെങ്കിൽ അയക്കരുത്. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ചില ജീവിത സാഹചര്യങ്ങളിൽ ആമേൻ ദൈവത്തിന് പകരം വെക്കാൻ വേറൊന്നുമില്ല. ഓ, എത്ര പേർക്ക് ഇന്ന് പകൽക്കാല ദൂത് മനസ്സിലായി? മോശ ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടാ പറഞ്ഞത്, ദൈവത്തിന് പകരം വേറൊന്നും പറ്റില്ല. ദൈവമേ, നീ വന്നില്ലെങ്കിൽ അയക്കരുത്. ആമേൻ. മിസ്രൈം ദേശത്തിലേക്ക് ഒരു വടിയുമായിട്ട് പോയതാ. ആ ഇരുമ്പ് ചൂളയ്ക്കകത്തോട്ട് ദൈവം പറഞ്ഞു വിടുമ്പോ മോശയുടെ കൈ മുതൽ ഒറ്റ കാര്യമാ. ആമേൻ. ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാനാകുന്നവൻ നിന്റെ കൂടെ കാണും. ഇസ്രായേലിലോട്ട് പോയി നിൽക്കാൻ മോശയ്ക്ക് കരുത്ത് പകർന്നത് ഈ ഉറപ്പാ, എന്റെ കൂടെ സർവശക്തൻ കൂടെയുണ്ട്. മിസ്രൈമിലെ ഒരു ശക്തിക്കും എന്നെ തകർക്കാൻ പറ്റത്തില്ല. ഇന്ന് ദൂതകൾക്കനോട് വിളിച്ചു പറയട്ടെ, ദൈവത്തിന് പകരമായി മറ്റൊന്നിനും നമ്മളെ സഹായിക്കാൻ പറ്റില്ല. ഹോ റബല ഹദുര ജഗനഘടക. അതുകൊണ്ട് ദൈവമേ, നീ വരണം, നിനക്ക് പകരം മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട. മോശ മിസ്രൈമിനെ ന്യായം വിധിച്ചത് ദൈവം കൂടെ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. അവിടെ വെളിപ്പെട്ട ബാധകൾ, അവിടെ അവന്മാരൊക്കെ മിടുക്കന്മാരായിരുന്നു, ഇല്ലേ മാമേ? കയ്യിലിരുന്ന വടി അങ്ങോട്ട് നിലത്തിട്ടപ്പോൾ എന്ത് ചെയ്തു? സർപ്പമായി. ഫറവോൻ ചിരിച്ചു. ഇതാണോ നിന്റെ വലിയ അത്ഭുതം? ഇതാണോ നിന്റെ വലിയ അത്ഭുതം? അവരും മന്ത്രവാദികളും വന്ന് എന്ത് ചെയ്തു? വടി ഇട്ടു, അതും സർപ്പമായി. പക്ഷേ തമ്പുരാൻ പറഞ്ഞു വിട്ടത് കൊണ്ട് അവിടെ ഒരു കാര്യം നടന്നു. സ്തോത്രം. മോശയുടെ വടി സർപ്പമായത് മന്ത്രവാദികളുടെ വടിയെ വിഴുങ്ങി. അത് കണ്ടോണ്ട് നിന്ന മോശയ്ക്കൊരു കാര്യം മനസ്സിലായി, ഈ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മിസ്രൈമിലെ ആഭിചാരമാകട്ടെ, മിസ്രൈമിലെ മന്ത്രവാദമാകട്ടെ, ഇവന്മാർക്കൊന്നും എന്നെ തൊടാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാല ദൈവ സാന്നിധ്യ കൂടെ ഉള്ളവനെ തൊടാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ ഏതെങ്കിലും തകർച്ചയിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നെങ്കിൽ മോശ പ്രാർത്ഥിച്ചതുപോലെ ഒന്ന് പ്രാർത്ഥിക്കുമോ? നിന്റെ സാന്നിധ്യം ഇല്ലാതെ ഈ ആലയത്തിൽ തന്നെ വിടല്ലേ. ഓ ജീസസ്, ജീസസ്. അത്ഭുതങ്ങൾ മുഴുവൻ നടന്നത് ദൈവം കൂടെ ഉള്ളത് കൊണ്ടാണ്. മോശയ്ക്കതറിയാം, അല്ലെ? മാണ്ടന്മാര് ജനത്തിനിതറിയാവോ? അവനൊക്കെ വല്ല വെളിപ്പാടുണ്ടോ, ബോധമുണ്ടോ? പറയാം, മിസ്രൈമിൽ ഞങ്ങളെ കൊണ്ടുവന്ന. ഞാനൊരു കാര്യം പറയാം, ഈ ദൈവത്തെ അനുഭവിച്ചവർക്ക് മാത്രമേ ഈ ദൈവം കൂടെ ഉണ്ടാകണമെന്ന് നിർബന്ധം ഉണ്ടാകൂ. ഇല്ലാത്തൊരു പറയും ദൈവം ഇല്ലാലും വേണ്ടതല്ല, കാശ് കിട്ടിയാൽ മതി, കാര്യങ്ങൾ നടന്നാൽ മതി. മോശയ്ക്കറിയാം, തമ്പുരാനില്ലെങ്കിൽ എത്ര കാശ് കിട്ടിയാലും ഒന്നുമില്ല. ചെങ്കടലിൻ്റെ മുമ്പിൽ വന്നു നിന്നപ്പോൾ ഈ ദൈവമില്ലായിരുന്നെങ്കിൽ മറുകര കടക്കില്ലായിരുന്നു. മോശയ്ക്കറിയാം.
മരുഭൂമി യാത്രയിൽ അല്ലേ, മാറായിലെ വെള്ളം കയ്പായപ്പോൾ മാറയം മധുരമാക്കുന്നവൻ കൂടെ ഉള്ളത് കൊണ്ടാ ജീവിതത്തിന് മധുരമുണ്ടായത്. അനുഭവിച്ചവൻ പറയും, ദൈവമേ നീ ഇല്ലാതെ ഞങ്ങളെ അയക്കല്ലേ. അനുഭവമില്ലാത്തവൻ പറയും, ദൈവമില്ലെങ്കിലും വേണ്ടിയല്ല, വിസ കിട്ടിയാൽ മതി. ദൈവമില്ലെങ്കിലും വേണ്ടിയല്ല, കാര്യങ്ങൾ നടന്നാൽ മതി. ദൈവമില്ലെങ്കിലും വേണ്ടതില്ല, കാര്യങ്ങളൊക്കെ നടന്നാൽ മതി. പക്ഷെ അനുഭവിച്ചവൻ പറയും, ദൈവമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും വേണ്ട. ജീസസ് മോശ പറയും, അതുകൊണ്ട് കർത്താവേ നീ ഞങ്ങളുടെ അടുത്ത് നീ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത്. ഇന്ന് പകൽക്കാലം ആത്മാവ് നമ്മളോട് ചോദിക്കുന്നു, ഈ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ആ ഉപവാസ പ്രാർത്ഥനയാണ് നമ്മുടെ തീം. അതാ, ദൈവമില്ലാതെ തൃപ്തിപ്പെട്ട് ജീവിക്കരുത്. ദൈവമില്ലാതെ തൃപ്തിപ്പെട്ട് ജീവിക്കരുത്. ചില ആളുകൾ അങ്ങനെയൊക്കെ ജീവിക്കുക. ദൈവം ഇല്ലെങ്കിലും അത്ഭുതമൊക്കെ നടക്കും കേട്ടോ, ആരാധന നടക്കും, കയ്യടി നടക്കും, അത് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ദൈവം ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഞാൻ പറഞ്ഞല്ലോ, സാന്നിധ്യമില്ലെങ്കിലും ഇതെല്ലാം ഇവിടെ നടക്കും, നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഉറപ്പാക്കണം സാന്നിധ്യമുണ്ടോ. അല്ലേ, കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവര്, അടയാളങ്ങൾ ചെയ്തവര്, ഭൂതങ്ങളെ പുറത്താക്കിയവര്. കർത്താവ് എന്നെ പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഒരു നാളും. അപ്പൊ അതെല്ലാം നടക്കും, കാര്യമൊന്നുമില്ല. ബന്ധമാണ് വിഷയം. സ്തോത്രം, ബന്ധമാണ് വിഷയം. സ്തോത്രം. ഈ ദിവസങ്ങളില് ദുരന്തമായി മാറുന്നത്. എഫെസോസിലെ സഭയോട് എന്താ, എഫെസോസിലെ സഭയെ കുറിച്ചുള്ള ദൂത എന്താ പറഞ്ഞേ? നിന്റെ ആദ്യ സ്നേഹം എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. നിങ്ങളറിയാമോ, പൗലോസ് സ്ഥാപിച്ച സഭയാ, തിമോഥെയോസ് ശുശ്രൂഷിച്ച സഭയാ, യോഹന്നാൻ അവിടെ അല്ലേ മൂപ്പനായി നിന്ന് ശുശ്രൂഷിച്ച സഭയാ. ആ സഭയുടെ ചരിത്രം നമ്മൾ വായിച്ചു വരുമ്പോ ഭയങ്കരമായ നിലയിൽ ആത്മീകമായി ഉയർന്നു നിൽക്കുന്ന അനുഭവങ്ങളുള്ള സഭയച്ചാ. സ്തോത്രം. അവരുടെ പ്രയത്നം, അവരുടെ സഹിഷ്ണുത, അല്ലേ, ദുരുപദേശത്തിലുള്ള അവരുടെ നിലപാട്, വിശ്വാസത്തിലെ സ്ഥിരതയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒറ്റ കുഴപ്പം എന്തുവാ? ആദ്യ സ്നേഹം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? നല്ല ഉപദേശമാ, നല്ല പ്രസംഗമാ, എല്ലാം നല്ലതാ. നിങ്ങൾക്ക് ദൂത് മനസ്സിലാവുന്നുണ്ടോ? എല്ലാം നല്ല അച്ഛാ, പക്ഷെ എന്തോ ഇല്ല. കർത്താവിനോടുള്ള ആദ്യ സ്നേഹം കുറഞ്ഞു. എന്തുവാ പ്രയോജനം? എന്തുവാ പ്രയോജനം? എന്തുവാ പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ല. ഇന്ന് പകൽ കർത്താവിനോടുള്ള സ്നേഹം നിൽക്കണമെങ്കിൽ, ബന്ധം ഉണ്ടെങ്കിൽ സ്നേഹം വരും. എന്താ സ്നേഹം കുറഞ്ഞ്? ഈ സ്നേഹം കുറയുന്ന എപ്പോഴാ? ബന്ധമില്ലാതെ വരുമ്പോഴാ. ഫോൺ വിളിച്ചോണ്ടിരിക്കും സ്ഥിരം, ആ സ്നേഹം നിൽക്കും. സംസാരിച്ചോണ്ടിരിക്കും, സ്നേഹം നിൽക്കും. ശരിയല്ലേ? ഇടയ്ക്കിടയ്ക്ക് വീരൊക്കെ ചോദിക്കും. അപ്പൊ എന്തോ ഉണ്ട്? 6 മാസമായി വിളിയില്ല, പറച്ചിലും ഇല്ല. അപ്പൊ എന്തോ ആയി? ഓർമ്മ പോലും ഇല്ല, സ്നേഹമില്ല. സ്നേഹമൊക്കെ എന്നേ. അപ്പൊ കർത്താവിനോട് സ്നേഹമില്ലെങ്കിലും അവിടെ എന്തോ നടക്കുന്നുണ്ട്. ദൂത് വല്ലതും പിടി കിട്ടിയോ? സ്നേഹമില്ലെങ്കിലും ആരാധനയ്ക്ക് ഒരു കുറവും, കയ്യടിക്ക് ഒരു കുറവും, പ്രസംഗത്തിന് ഒരു കുറവുമില്ല. പക്ഷെ കർത്താവ് പറയാ സ്നേഹമില്ല. സ്നേഹമില്ല എന്നതിൻ്റെ അർത്ഥം ബന്ധമില്ല. ആ സാന്നിധ്യത്തിലേക്കൊന്നും മടങ്ങി വന്ന സ്നേഹം കൂടും. വർഷങ്ങൾക്ക് ശേഷം അച്ചായനെ ഗൾഫിലായിരുന്നല്ലേ, 10 വർഷത്തിന് ശേഷം വന്നാൽ ആ വന്ന് കണ്ടു കഴിയുമ്പോൾ സാന്നിധ്യം കാണുമ്പോൾ എന്താ സ്നേഹമാണ്. പപ്പയെ കാണുമ്പോൾ പിള്ളേരുടെ സ്നേഹമെന്ന് ഓർത്തേ. എത്ര പേർക്ക് മനസ്സിലായി? അപ്പൊ സാന്നിധ്യം വെളിപ്പെട്ടാൽ, അനുഭവിച്ചാൽ എന്തോ വരും? ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരും. വീണ്ടും ഒരു സാന്നിധ്യം. ഇന്ന് പകൽ ഉപവാസത്തിന്റെ ലക്ഷ്യം അതാ. ആമേൻ. അല്ലേ, പണ്ടത്തെ പോലെ ദൈവത്തോടുള്ള ആദ്യ സ്നേഹത്തിലേക്ക് ദൈവസഭ മടങ്ങി വരാ. ദൈവ സാന്നിധ്യം ഹൃദയത്തിനകത്ത് വരണം. അത് തടസ്സമായി നിൽക്കുന്ന ഹൃദയത്തിലെ വിഗ്രഹങ്ങളെ എറിഞ്ഞ് കളയണം. ഹൃദയത്തിലെ പാപത്തെ എറിഞ്ഞു കളയണം. ദൈവത്തോടുള്ള മറുതലിപ്പുകളും മാറണം. ഇന്ന് പകൽക്കാലം ഒന്ന് വിശ്വാസത്താൽ ഒന്ന് അടുത്തു ചെല്ലാൻ. പൗലോസ് പറഞ്ഞതുപോലെ, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കണം. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് നമ്മൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ പോകുക. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ വസിക്കണം, സ്ഥിരമായി വസിക്കണം. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാത്രം ജീവിക്കുന്നവരാണോ, അതോ ദൈവത്തോട് സംസാരിക്കുന്നവരാണോ?
ആത്മാവ് ചോദിച്ചതാ. സംസാരിക്കണമെങ്കിൽ ആ സാന്നിധ്യബോധം വേണം, ബന്ധം വേണം. ബൈബിൾ വായിക്കുന്നവരും പ്രസംഗം കേൾക്കുന്നവരുമാണോ അതോ ദൈവശബ്ദം കേൾക്കുന്നവരാണോ? ആത്മാവ് ചോദിക്കുക. ബന്ധമുണ്ടെങ്കിലേ ആ ശബ്ദം കേൾക്കാൻ പറ്റുകയുള്ളൂ. ഇന്ന് പകൽക്കാലം നമ്മളെ നയിക്കുന്നത് എന്താണ്? ജഡമാണോ ആത്മാവാണോ? ഇസ്രായേൽ മക്കളെപ്പോലെ ദൈവത്തിന് പകരം മറ്റെന്തിനെയൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ടോ? ദൈവത്തിന് പകരമായി അവിടുത്തെ അനുഗ്രഹം മാത്രം മതി എന്ന ചിന്തയാണോ നിങ്ങൾക്കുള്ളത്? ഇല്ല, എനിക്ക് എൻ്റെ കർത്താവിനെ വേണം. മോശ പറഞ്ഞതുപോലെ, ദൈവമേ നീ എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുതെന്ന് പറയാൻ ഒരു നിയോഗം എത്ര പേർക്കുണ്ട്? ഈ ഉപവാസ പ്രാർത്ഥനയിൽ, കർത്താവേ അങ്ങയുടെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം, എൻ്റെ